നമസ്കാരം. എല്ലാ സ്ത്രീകളും മഹാലക്ഷ്മി ദേവിക്ക് തുല്യരാണ്. ഇത് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യമാകുന്നു. ഒരു വീടിനെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും ആ വ്യക്തികളുടെ ജീവിതത്തിൽ, അതായത് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ചൊരിയുവാനും ഒരു സ്ത്രീക്ക് സാധിക്കും. കാരണം അവരെ ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നതുമാണ്. അതിനാൽ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യവും അത് ആ വീട്ടിന്റെ പ്രധാന കാര്യമായി മാറുകയും ചെയ്യും. എന്നാൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നതായ കാര്യം, ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വീടുകൾക്ക്, അതായത് ചെന്ന് കയറുന്നതായ ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യവും നൽകുവാൻ സാധിക്കും. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, മറ്റ് നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇപ്രകാരം ഐശ്വര്യം നൽകില്ല എന്നല്ല, മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഒരൽപ്പം കൂടുതലായി സൗഭാഗ്യം നൽകുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇവർ വീടുകളിൽ വന്ന് കയറുന്നതിലൂടെ ഇരട്ടി സൗഭാഗ്യം തന്നെയാണ് വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവർത്തികൾ ആ വീടുകൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകുക തന്നെ ചെയ്യും. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ പൊതുഫലപ്രകാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ വീടുകളിൽ വന്ന് കയറുകയാണ് എങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമായി തന്നെ മാറും. ആ നക്ഷത്രക്കാർ രോഹിണി, പൂയം, മകീരം, ചോതി, വിശാഖം, അനിഴം, രേവതി നക്ഷത്രക്കാരാകുന്നു. മറ്റ് നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ജാതകപ്രകാരം ഇതിലും വലിയ സൗഭാഗ്യങ്ങൾ അവർ ചെന്ന് കയറുന്ന വീടിന് നൽകുവാൻ സാധിക്കും. എന്നാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാണ്.